എൻ്റെ പേര് മിനി ജോയ്. ഞാൻ ചാലിക്കൊടിക്കടുത്ത് മാരാങ്കോട് ദേശത്ത് നിന്ന് വരുന്നു. സെൻറ്റ് ജോസഫാണ് എൻ്റെ ഇടവക. ഞാൻ 13/10/2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. യൂട്യൂബ് വഴിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. എൻ്റെ തൊഴിലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അച്ചപ്പം കൊള്ളപ്പം അങ്ങനെയുള്ളൊരു ചെറിയ ബിസിനസ്സാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി ഇതുപോലെ തന്നെ പണിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് കടബാധ്യത ആ ചേച്ചിക്കുമുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും കൂടിയും കൃപാസനത്തിൽ പോവാം. അപ്പോൾ രണ്ടുപേർക്കും കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ പൈസ കിട്ടുന്ന സമയത്ത് ഞാൻ ചേച്ചിയെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. രണ്ടുപേർക്കും ആ സമയമായപ്പോൾ തന്നെ രണ്ടുപേർക്കും കൈ നിറയെ ഇവിടെ വരാനുള്ള പൈസ കിട്ടി. ഞങ്ങളങ്ങനെ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ നിയോഗം, ആദ്യത്തെ എൻ്റെ നിയോഗം, എൻ്റെ മോന് ഒരു നല്ല ജോലി ഉണ്ടായിരുന്നില്ല. അവന് ജോലി കിട്ടാനായിട്ട്, നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. ഇവിടെയുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. മോന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അവന് ഗൾഫിൽ പോകാനായിട്ട് ഒരു ചാൻസും അങ്ങനെ ലഭിച്ചു. അവന് അത് സാധിച്ചു കിട്ടുകയും ചെയ്തു. നല്ലൊരു ജോലിയിൽ അവന് ലഭിക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ മകള് ആയുർവേദ ഡോക്ടർക്കാണ് പഠിക്കുന്നത്. അവൾക്ക് പഠനം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പഠിക്കാനും ഒരുപാട് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് നിയോഗം വെച്ചു. അങ്ങനെ അവൾ പഠനം പൂർത്തിയാക്കി. അതിൻ്റെ ഇടയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾക്ക് ഒരു വയറുവേദന, ശക്തമായ വയറുവേദന വന്നു. വയറുവേദന വന്ന് അവൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരികയും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള അവൾ കിടന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പുളിയോ ഉപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അൾസറിൻ്റെ വയറുവേദനയാണ്, അത് സാവധാനം മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ അവളുടെ വയറ്റത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവളുടെ വയറുവേദനയൊക്കെ പൂർണ്ണമായി മാറി. അവൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു വലിയ അനുഗ്രഹവും ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നെ എൻ്റെ മരുമകൾ, അവർ വീട്ടിൽ ഒരു സ്നേഹബന്ധമായിരുന്നു എൻ്റെ മകൻ്റെ കല്യാണം. അപ്പോൾ അത് വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു ഇതായിരുന്നു. അപ്പോൾ അവർ വീട്ടിലേക്ക് വരികയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പച്ചനായിരുന്നു ഏറ്റവും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവളെയും കൊണ്ട് ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അവൾക്കും ഒരുപാട് വേദനയായിരുന്നു. അപ്പച്ചൻ സംസാരിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്. അന്ന് തന്നെ ഞങ്ങളിവിടെ രണ്ടുപേരും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച അന്ന് തന്നെ അവർ വിളിച്ച് പറയുകയാണ്, ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്ന് രാത്രി ഞങ്ങളിവിടെ നിന്നൊരു 7 മണിയായി വീട്ടിലേക്ക് ചെന്നപ്പോൾ, അന്ന് രാത്രി 8 മണിയായപ്പോൾ അവർ വീട്ടിലുള്ളവരെല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വരികയും സന്തോഷം പങ്കിട്ട് നല്ല രീതിയിൽ കൂടെ ഞങ്ങളിപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കഴിയുന്നത്. പിന്നെ അവൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു തലവേദന ഉണ്ടായിരുന്നു. ഞാൻ അതും അവൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ടും അവൾക്ക് മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു വണ്ടി വിൽക്കാനായിട്ടുണ്ടായിരുന്നു. അത് വിൽക്കാൻ പറ്റാതെ എൻ്റെ മകൻ ഭയങ്കര നിരാശയിലായിരുന്നു.
അങ്ങനെ അത് ഞാൻ ഉപ്പ് വിതറി അത് കച്ചവടമാവാനായിട്ട്. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ മോനെ ഈ വണ്ടി കച്ചവടമാവും, നീ പേടിക്കണ്ട, മമ്മി പ്രാർത്ഥിക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് പരിശുദ്ധ അമ്മ അത് കച്ചവടമാക്കി തന്നു. നല്ല വിലയ്ക്ക് അത് വിൽക്കാനായിട്ട് സാധിച്ചു. അതുപോലെ ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് സീരിയൽ കാണലും അതുപോലെയുള്ള പ്രാർത്ഥന, ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനിയുടെ പോലെയുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ മാതാവിനോടോ അങ്ങനെയുള്ള മാതാവിനോട് എനിക്ക് ഭക്തി ഉണ്ടായിരുന്നു. എന്നാലും അധികമായിട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പള്ളി പോകും, ഒരു ഇതിനു വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് കിട്ടിയത് ഏറ്റവും വലിയ അനുഗ്രഹം, എപ്പോഴും മാതാവിനോടുള്ള വിചാരവും മറ്റുള്ളവരോട് പറയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അതുപോലെ എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. വിശ്വാസ പ്രമാണവും നന്മ നിറഞ്ഞവും മറിയമും ചൊല്ലിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ എപ്പോഴും എല്ലാവരോടും എനിക്ക് മാതാവിനോടൊത്ത് പറയാനായിട്ട് തോന്നാറുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ പറയും, കൃപാസനത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാതാവ് എല്ലാം നടത്തി തരും. കുറേ പേരെയൊക്കെ എനിക്ക് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രം കൊണ്ടുപോയി, ആദ്യം ഒരു കെട്ട് പത്രമാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാറ്. പിന്നെ ഞാൻ ഈ 2 കെട്ട് വീതം കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും വഴിയോരങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച്, ആദ്യം തന്നെ അവിടെ ഒരു പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പത്രമൊക്കെ കൊണ്ടുപോയി ഓരോരുത്തരുടെ കൈകളിൽ കൊടുക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പറയും, ആവശ്യമുള്ളവരുടെ കൈകളിൽ ഇത് എത്തണം എന്ന എൻ്റെ പ്രാർത്ഥന. അങ്ങനെ ഞാൻ അതെല്ലാം എത്തിക്കാറുണ്ട്. പിന്നെ യൂട്യൂബ് കാണും, യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കാണാറുണ്ട്. അതുപോലെ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുണ്ട്. ധ്യാനം കേൾക്കുമ്പോൾ ഒരുപാട് അതിലേക്ക് തന്നെ എൻ്റെ ശ്രദ്ധ മുഴുവനും വരാറുണ്ട്. അങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ. അതുപോലെ എപ്പോഴും പ്രാർത്ഥനയുടെ ഒരു ഇതാണ് എൻ്റെ ജീവിതത്തിൽ വരുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാനും എനിക്ക് തോന്നാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്കോടെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി എൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാറുണ്ട്. അത് കൊടുക്കുമ്പോൾ അതിലിരട്ടിയായിട്ട് എനിക്ക് മാതാവ് എനിക്ക് തരുവാണ്. ഓരോ ദിവസവും എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നമ്മൾ കൊടുത്തു എന്ന് വിചാരിച്ച് മറ്റുള്ളവർക്കൊരു സഹായം കൊടുത്തു എന്ന് വിചാരിച്ച് പേടിക്കേണ്ട, അതിലിരട്ടിയായിട്ടാണ് മാതാവ് നമുക്ക് തിരിച്ചു തരുന്നത്. അതിൽ നമ്മുടെ കൈയൊന്ന് അഴഞ്ഞാൽ അതിനിരട്ടിയായിട്ട് കിട്ടും, അത് ഉറപ്പാണ്. എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അത് വിചാരിച്ച് എല്ലാവരും കൊടുക്കാനായിട്ടും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എനിക്ക് മാതാവ് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും, മാതാവും യേശുവും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ലഭിച്ച അനുഭവത്തിൻ്റെ അരുണേറെ പ്രത്യേകിച്ച് ഉടമ്പടി ഒരു വ്യക്തിയെ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അത് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അത് വ്യക്തമാണ്. ബാക്കിയുള്ള നിയോഗങ്ങളൊക്കെ ഒരു അവസരം എന്നതുപോലെ അവസാനം എല്ലാ സാക്ഷ്യങ്ങളുടെ രത്നച്ചുരുക്കം വായിച്ചെടുക്കുമ്പോൾ അത് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വ്യക്തി കൂടുതൽ ദൈവത്തിൻ്റെ ഹിതത്തിന് ഓറിയൻറ്റേഷനായിട്ട് ഒരാൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നുള്ള, എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ടുള്ളൊരു കൃപ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണം ഈ സീരിയൽ കാഴ്ചയൊക്കെ മാറ്റി എന്നൊക്കെ പറയുമ്പം അത് അത്ര നിസ്സാരമല്ലാത്ത കാര്യമാണ്. ഇവിടെയുള്ള പല സാക്ഷ്യങ്ങളിലും ഈ ഒരു സെൻറ്റൻസുകൾ എപ്പോഴും ആവർത്തിക്കാറുള്ള ഒന്നാണ്. കാരണം അത്രയും പ്രിയപ്പെട്ടതായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാഴ്ചയെന്ന് മാത്രമാണ്. അത് മാറ്റി അതിനപ്പുറം കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ആ സമയമൊക്കെ വിനിയോഗിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് തോന്നുവാനുള്ളൊരു കാരണം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നുള്ള അനുഭവങ്ങൾ ലഭിക്കുമ്പോഴാണ്. അതാണ് ഉടമ്പടിയിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നാണ് അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. അത് കൂടുതൽ കൃപയോടുകൂടി അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും തന്നെ അത്യാവശ്യം ഈ ഒരു ബോധ്യം ലഭിക്കുന്നുണ്ട്. ആ ബോധ്യത്തിലാണ് പിന്നീട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നതും അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നുണ്ടെന്ന് പറയുന്നതും അച്ഛൻ പറയുന്നത് മുഴുവൻ വചനത്തിൻ്റെ വിശകലനമാണ്. അപ്പം ദൈവവചനം വായിക്കുവാനും കേൾക്കുവാനും കൂടുതൽ തൽപരരാകുന്നതെന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൂടുതൽ
ദൈവത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നുള്ളത്. ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് എല്ലാ വയസ്സിലുള്ള ആൾക്കാരുമൊക്കെ ഈ ഒരു ഉടമ്പടിയുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു 2-3 പുതുക്കലിനും അപ്പുറം ഇങ്ങനത്തെ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. അതിന് ബാക്കിയുള്ള മകന് ലഭിച്ച ജോലിയും മറ്റു സൗഖ്യങ്ങളും എല്ലാം ഇതിനൊരു കാരണമായി എന്നുള്ളത്. യേശു ഇത് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരുപാട് അനുഭവങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. കാരണം ഒരുപാട് പേര് ദൈവഹിതത്തിലേക്ക് വരുന്നുണ്ട്, ഒരുപാട് പേര് മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവസാനം പറഞ്ഞതുപോലെ കിട്ടുന്ന സമയമൊക്കെയും മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ളൊരു ശ്രമമുണ്ട്. ആ ഒരു ബോധ്യത്തിലാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്ന പോലെ കൊടുക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും, അത് നിറച്ചില അമർത്തിക്കുലുക്കി നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും എന്നൊക്കെയുള്ള വചനത്തിൻ്റെ അത് വചനം കേട്ടത് മുഴുവൻ എയറിൽ പോകാതെ അത് വ്യക്തിപരമായിട്ടൊരു വ്യക്തി അനുഭവിച്ചറിയുന്ന സാധ്യതയുടെ പേരാണ് ഉടമ്പടി. അപ്പോൾ എപ്പോഴെങ്കിലും നന്മ ചെയ്തേക്കാം, എപ്പോഴെങ്കിലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ആയി തീരുമെന്നുള്ളത്. പക്ഷേ ഉടമ്പടിക്ക് ഒരു സമയമുണ്ട്, 90 ദിവസം, ഒരു വ്യക്തമായിട്ടൊരു പാറ്റേൺ ഉണ്ട്, ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസിപ്ലിൻ ലൈഫാണ്. ഇവിടെ കുറേ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു സാക്ഷ്യം പറയുമ്പം അവരുടെ സാക്ഷ്യത്തിൽ അവർ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്ക് ഉടമ്പടി കൂടുതൽ എന്നെ ഡിസിപ്ലിൻഡ് ആക്കി എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരാളെ ഡിസിപ്ലിൻഡ് ആക്കുവാനായിട്ട്, ദൈവത്തിനോട് ചേർത്ത് നിർത്തുവാനായിട്ട് ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ അമ്മയ്ക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പരിശുദ്ധ അമ്മ സഹായിക്കട്ടെ എന്നും സാന്നിധ്യം കൊണ്ട് ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.